ഞങ്ങൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധ ഡൊമിനിക് സാവിയോയാണ്. 1842 ഉത്തര ഇറ്റലിയിൽ ഏപ്രിൽ 2-ന് ജനിച്ച ഡൊമിനിക്കിന്റെ മാതാപിതാക്കൾ ദരിദ്രയായ ബ്രിജിത്തും ചാൾസ് സാവിയോയുമായിരുന്നു. കൊച്ചു ഡൊമിനിക്കിന്റെ വിശുദ്ധ ജീവിതത്തിന് പശ്ചാത്തലം ഒരുക്കിക്കൊടുത്തത് സ്വന്തം മാതാപിതാക്കളും ഇടവക ദേവാലയവുമായിരുന്നു. എന്നും രാവിലെ 5 മണിക്ക് ഡൊമിനിക് പള്ളിയിൽ പോകും. അൾത്താര ബാലനായി വിശുദ്ധ ബലിയിൽ സംബന്ധിക്കും. അതിനുശേഷം കുറച്ചു സമയം സ്വന്തമായി പ്രാർത്ഥിക്കും. തുടർന്ന് തന്റെ മാതാപിതാക്കളെ എല്ലാ കാര്യങ്ങളിലും ഡൊമിനിക് സഹായിക്കും. മഴയോ മഞ്ഞോ വെയിലോ ഡൊമിനിക്കിന്റെ ഈ ദിനചര്യയെ ബാധിക്കാറില്ല. കുട്ടികളായി നമ്മൾ പിന്തുടരേണ്ട മാതൃക ദിനചര്യയാണിത്. തന്റെ 15-ാമത്തെ വയസ്സിൽ തന്നെ ഡൊമിനിക് സാവിയോ ആധ്യാത്മികതയിൽ പൂർണ്ണ വളർച്ച നേടി. ഇതിനു കാരണം വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ ജീവിതചരിത്രം രചിച്ച വിശുദ്ധ ഡോൺ ബോസ്കോയുടെ മാർഗദർശനങ്ങളായിരുന്നു. ഒരു വിശുദ്ധനാകണമെന്ന മോഹം ഉള്ളിൽ കൊണ്ട് നടന്നിരുന്ന ഡൊമിനിക് തന്റെ 15-ാമത്തെ വയസ്സിൽ രോഗിയായി സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെടുകയായിരുന്നു. യുവഹൃദയങ്ങളിൽ നിന്നും നന്മയുടെ അടിവേര് പോലും നശിപ്പിക്കാൻ ദുഷ്ടശക്തികൾ കിണഞ്ഞു ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശാരീരികമായ ദുർബലനാണെങ്കിലും യേശുവിനോടുള്ള സ്നേഹത്തിൽ വെളിച്ച ഡൊമിനിക് ആധുനിക യുവത്വത്തിന് ശക്തമായ മാതൃകയാണ്. വിശുദ്ധ ഡൊമിനിക് സാവിയോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ച 12-ാം പിയൂസ് പാപ്പയുടെ വാക്കുകളാണിവ. തന്റെ 7-ാമത്തെ വയസ്സിൽ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണ വേളയിൽ വെച്ച് കൊച്ചു ഡൊമിനിക് 4 പ്രതിജ്ഞകൾ എടുത്തു. എല്ലാ കാലത്തിലെ യുവത്വത്തിനും ഈ 4 പ്രതിജ്ഞകൾ മാർഗദർശനങ്ങളാണ്. ഈ 4 പ്രതിജ്ഞകൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ കൂടെ കൂടെ കുമ്പസാരിക്കും. കുമ്പസാരക്കാരൻ അനുവദിക്കുന്നത് പോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കും. തിരുനാൾ ദിനങ്ങൾ പരിശുദ്ധമായി ആചരിക്കും. ഈശോയും മാതാവുമായിരിക്കും എൻ്റെ സ്നേഹിതർ. പാപം ചെയ്യുക എന്നതിനേക്കാൾ മരണമാണ് നല്ലതു. വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ ഈ മാർഗദർശനങ്ങൾ കുട്ടികളായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധരായി ജീവിക്കാൻ പരിശ്രമിക്കാം. നന്ദി. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സഭ ദൈവത്തിൻ്റെ ജനം എന്നതിൽ നിന്നും സഭയുടെ മറ്റൊരു നിർവചനമായ സഭ പങ്കുവയ്ക്കുന്നവരുടെ സമൂഹം എന്നതിനെപ്പറ്റി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആൻമേരി ബിജുവിനെ ക്ഷണിക്കും. സഭ പങ്കുവയ്ക്കുന്നവരുടെ സമൂഹം എന്ന ആശയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മിശിഹായുടെ ശരീരമായിരിക്കുന്ന സഭയുടെ അടിസ്ഥാന സ്വഭാവമാണ് പങ്കുവയ്ക്കൽ. തന്റെ ശരീരവും രക്തവും സ്വജീവനെ തന്നെ നമുക്ക് സമർപ്പിച്ച ഈശോയുടെ മനോഭാവം തന്നെയാണ് സഭയ്ക്കുമുള്ളത്. നമ്മുടെ ഏതെങ്കിലും ഒരു അവയവം വേദനിച്ചാൽ ബാക്കി എല്ലാ അവയവങ്ങളിലും അത് അനുഭവിക്കപ്പെടും. ആ വേദന ക്ഷമിപ്പിക്കുവാനുള്ള പ്രതിപ്രവർത്തനങ്ങൾ എല്ലാ അവയവങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. ഇതുതന്നെയാണ് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സഭാംഗങ്ങൾക്കുണ്ടാകുന്ന വേദനകൾ പരിഹരിക്കുവാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ലോകജനസംഖ്യയിലെ ബഹുഭൂരിപക്ഷം ദരിദ്രർക്ക് ആശാകേന്ദ്രമായിരിക്കുന്നത് സഭയുടെ പങ്കുവയ്ക്കൽ എന്ന ശുശ്രൂഷയിലൂടെയാണ്. കത്തോലിക്ക സഭയും അവയുടെ അധ്വാനങ്ങളും കഴിവുകളും വ്യക്തിപരമായി സംരക്ഷിക്കാതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് മേൽഡൂർ ഇടവകയുടെ കീഴിലുള്ള ഇൻഫന്റ് ജീസസ് മിഷൻ ഹോസ്പിറ്റൽ. ജാതിമതഭേദമില്ലാതെ എല്ലാവർക്കും സൗജന്യമായ ചികിത്സ അവിടെ ലഭ്യമാണ്. ഈ സംരംഭത്തെ നിലനിർത്തുവാൻ സഭാമക്കളായി നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് പങ്കുവയ്ക്കൽ എന്ന ശുശ്രൂഷയിൽ നമ്മൾ പങ്കാളികളാകുന്നത്. സഭ നടത്തുന്ന വിദ്യാലയങ്ങൾ, അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, പാലിയേറ്റീവ് കെയറുകൾ എന്നിവ ഇതിന്റെ മുഖമുദ്രയാണ്. അഗതികൾക്കും അനാഥർക്കും ആലംബമായി തീർന്ന വിശുദ്ധ വിൻസെന്റ് പോളും കൽക്കത്തയുടെ തെരുവിലെ പാവങ്ങളുടെ അമ്മയമാരെ വിശുദ്ധ മദർ തെരേസയും ഇതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുന്നിൽ നിൽക്കുന്ന ഇടവകയോട് ചേർന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് പങ്കുവയ്ക്കുന്ന സഭയെ നമുക്ക് വെളിപ്പെടുത്താം.